ഒരു നോട്ടം കൊണ്ട് മലയാളികളുടെ മനസ്സലിയിപ്പിച്ച മാനസിയാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. എന്നാ കൊണ്ട് വിശേഷം? ഈ കണ്ണിനൊരു അഴകുണ്ട്, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു ഓണമായിട്ട് എന്തോ പറയാനുള്ളേ? ഹാപ്പി ഓണം ഒന്നും പറയില്ല, അതെല്ലാരും പറയും, അതല്ലാതെ എന്തോ പറയാനുള്ളേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ടാസ്ക് തരുക, ഒരു ഓണസദ്യ പ്രിപ്പറേഷൻ ചെയ്യണം. ഇതിന്റെ ശത്രുക്കളാരെങ്കിലും ആയിരിക്കും ഇങ്ങനെ പറഞ്ഞാണോ സാധ്യത? ഒരു പാർട്ട്ണറിനെ തെരഞ്ഞെടുക്കുമ്പോൾ മനസ്സ് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്നേഹം. അമ്മയെ ആഗ്രഹിച്ച ഒരാള് വന്നിട്ടുണ്ട് കേട്ടോ. മനസ്സ് നല്ലപോലെ പാടുന്നുണ്ട് കേട്ടോ, ശരിക്കും. ഇനി മേല എങ്ങും പോയി കേട്ടോ, കാരണം ശരിക്കും പറയട്ടോ, കാരണം അത്രയും ഞാൻ മാനസിക ഒരു പാട്ട് പാടിത്തരാം. ശരി, ഒരു ഗെയിമിലോട്ട് പോവാ. 1, 2, 3, start. മധുരില്ലാത്ത പായസം പോലെ പേടിക്കലടാ. എന്റെ അമ്മ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നിനക്ക് ഒരാൾ വരുവാട, അരിമണി എഴുതിയിട്ടുണ്ട് അല്ലേ? താങ്ക് യു. കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. എല്ലോടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഒരു നോട്ടം കൊണ്ട് മലയാളികളുടെ മനസ്സലിയിപ്പിച്ച മാനസിയാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. എന്നാ കൊണ്ട് വിശേഷം? നല്ല വിശേഷം. ഒത്തിരി സന്തോഷം കേട്ടോ, നേരിട്ട് കാണാൻ സാധിച്ചതിൽ. ഈ കണ്ണിനൊരു അഴകുണ്ട്, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കിനി ചത്താലും കുഴപ്പമില്ല. ശരി കേട്ടോ, മാനസയുടെ ഏതൊരു വീഡിയോ കാണുമ്പോഴും ഭയങ്കര അട്രാക്ഷനാ. കണ്ണിനൊരു അഴകുണ്ട്, ജീവനുണ്ട്. ഇതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അത് ഞാനാണോ പറയുന്നത്? പറയാറുണ്ട്, പക്ഷെ സ്ട്രേറ്റ് ഓൺ ദ ഫേസ് ഇപ്പോഴാണ് ഒരാൾ പറയുന്നത്. ശരിക്കും അങ്ങനെ പറയണ്ടേ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അതല്ലേ അതിന്റെ രീതി. അപ്പൊ ഈ ഒരു ഓണമായിട്ട് എന്തോ പറയാനുള്ളേ? ഓണമായിട്ട് എന്താ, ഹാപ്പി ഓണം ഒന്നും പറയില്ല, അതെല്ലാരും പറയുന്നത്, അതല്ലാതെ എന്തോ പറയാനുള്ളേ? അല്ല, പഴയ പോലത്തെ ഒരു ഈ ഫ്ലഡിന്റെ മെമ്മറീസ് തിരിച്ചു വരരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഉണ്ട്, അതായത് ഓണം മഴ കൊണ്ടുപോകല്ലേ? അതെ, സത്യം. ലാസ്റ്റ് ടൈം ഇതേപോലെ ഫ്ലഡ് വന്നപ്പം ഞാൻ കോളേജിലായിരുന്നു. അപ്പം ഞങ്ങളുടെ കോളേജിലെ ഓണം പോയി. പിന്നെ ഓൾസോ അത് ഭയങ്കര ഒരു ഡെവസ്റ്റേറ്റിംഗ് ഒരു മെമ്മറി ആയിരുന്നല്ലോ എല്ലാവർക്കും. അപ്പം ഇപ്പൊ പോകുന്ന പോക്ക് കണ്ടിട്ട് ഇനി അതിലേക്കൊന്നും ആവരുത് എന്നൊരു, ഓരോ പ്രാവശ്യം മഴ പെയ്യുമ്പോഴൊരു പേടി പോലെ. അതാണ്. ഒരു സിനിമാ നടി അല്ലാത്തൊരു മാനസികം ഉണ്ടായിരുന്ന ഒരു കാലത്ത് സിനിമ നടിയായ ഒരു മാനസികം ഉണ്ട്. ഈ രണ്ട് മാനസന്മാരും ഓണം ആഘോഷിച്ചിട്ടുണ്ട്. തമ്മിലുള്ള വ്യത്യാസം എന്തുവായിരുന്നു? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഒന്നും ഇല്ല. നോർമലി ഒന്നെങ്കിൽ ഓണം വീട്ടിലായിരിക്കും അല്ലെങ്കിൽ സെറ്റിലായിരിക്കും. അങ്ങനെ വീട്ടിൽ നമ്മൾ അങ്ങനെ ഭയങ്കര എക്സ്ട്രാ വാഗൻ്റ് ആയിട്ടുള്ള സെലിബ്രേഷൻസ് ഒന്നുമില്ല. ക്ലോസ് ഫാമിലി മാത്രം വീട്ടിൽ സദ്യ വെക്കും, ഒരു പൂക്കളം ഇടും. പിന്നെ സെറ്റിലാണെങ്കിൽ നോർമൽ സെറ്റിലെ പരിപാടികളും അങ്ങനെയൊക്കെ. പിന്നെ സ്കൂൾ കോളേജ് ആദ്യമായിട്ട് സാരി എടുക്കുന്ന അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ്. ഇന്ന് മാനസയുടെ ഇന്റർവ്യൂ എടുക്കുമെന്ന് അറിഞ്ഞപ്പോൾ 2-3 കമന്റ്സ് എനിക്ക് വന്നു. ആ കണ്ണും ആ മുടിയും ആ കമ്മലും ആ സാരി ഉടുത്ത് വരുമ്പം എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക്. അപ്പൊ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തോ? മനസ്സാ രഹസ്യം അത് പക്ഷെ പറഞ്ഞാൽ പരസ്യമായി പോവില്ലേ? ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞു. അങ്ങനെ രഹസ്യമൊന്നുമില്ല. മനസ്സിന്റെ സന്തോഷമാണോ? കറക്റ്റ്. എന്നാ ഞാൻ എല്ലാം പറയും, ഇങ്ങോട്ട് പോകട്ടെ. നമ്മുടെ എന്താ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു നമ്മൾ എപ്പോഴും നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും നന്നായിട്ടുണ്ട് എന്ന് പറയാൻ തോന്നുന്നു. എപ്പോഴും ഒരു മനുഷ്യനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ? എപ്പോഴും പറ്റില്ല, പക്ഷെ എന്നാലും ഹാപ്പിനെസ് ഉള്ളപ്പം അത് കാണാൻ ചൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചോയ്സ് ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് മാനസിക കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ആരത് എന്നോട് ഒരാൾ പറഞ്ഞതാ ഈ ചോദ്യം പ്രത്യേകം ചോദിക്കണമെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ടാസ്ക് തരുക, ഒരു ഓണസദ്യ പ്രിപ്പറേഷൻ ചെയ്യണം. ഇതിന്റെ ശത്രുക്കളാരെങ്കിലും ആയിരിക്കും ഇങ്ങനെ പറഞ്ഞാണോ സാധ്യത? പറ, ഒരു ഓണസദ്യ. ഒരു ഓണസദ്യയിൽ എന്തൊക്കെയോ ഉണ്ട്? ബീഫ്. ഓണസദ്യയിൽ നമുക്ക് അച്ചാർന്ന് തുടങ്ങാം. അതെ. അല്ല, നമുക്ക് ആദ്യം മറ്റേ ചിപ്സും കളികടക്ക. നിങ്ങളുടെ ഇവിടെ എന്തോ അത് പറയുന്നേ? കളികടക്കാൻ തന്നെ.
ചിപ്സ് ഉപ്പേരി, ചിപ്സും പിന്നെ ശർക്കര വരട്ടി. ചക്കര പുരട്ടി, കളി കിടക്കാന്ന് പറഞ്ഞ ഒരു ഉണ്ടയുള്ള സാധനമില്ലേ? മുളകാണോ? മുളകല്ല, അതായത് കുറച്ച് കട്ടിയുണ്ട് അതിന്. അതെനിക്കറിയില്ല. അത് വെക്കത്തില്ല. അത് എന്നാ വെക്കുന്ന ഏതെങ്കിലും ഒന്ന് ഓക്കെ. ചിപ്സും ശർക്കര വരട്ടിയും. ഓക്കെ, ഒരു സൈഡിൽ. കോർണറിൽ. ഇടത്ത് വെക്കുവോ വലത്ത് വെക്കുവോ? ലെഫ്റ്റ് കോർണർ, ടോപ്പ് ലെഫ്റ്റ്. ഓക്കെ. പിന്നെ അച്ചാർ, മാംഗോ, ലെമൺ, ജിഞ്ചർ, 3. പിന്നെ കറികൾ. അത് ഏതൊക്കെ കറികളാണെന്ന് പറയാം. കറികൾ ഏതൊക്കെയാ പറ? ചില്ലി ചിക്കന്, മട്ടൻ, അങ്ങോട്ട് പറ അങ്ങോട്ട്. അവിയൽ, സാമ്പാർ വെക്കൂല, ചോറിലൊഴിക്കും. പിന്നെ പൈനാപ്പിൾ ഷെയ്ക്ക് എന്ത്? പൈനാപ്പിൾ കിച്ചടി അല്ലല്ല, പിങ്ക് കിച്ചടി ഉണ്ടാവും. പിന്നെ പൈനാപ്പിൾ ഇട്ടിട്ട് ഒരു കൂട്ടുകറി പോലെ ഒരു സാധനമുണ്ട്, കടലയോ എന്തൊക്കെയോ കിട്ടും, ഒരു ടേസ്റ്റുള്ള ഒരു സാധനം. പിന്നെ തോരൻ. പിന്നെ ചോറിൻ്റെ മുകളിൽ പരിപ്പ്. സെക്കൻഡ് റൗണ്ടിൽ എനിക്കൊന്ന് സാമ്പാർ, പിന്നെ തൈരാണെന്ന്. ഇത് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും അല്ലേ? സദ്യ ഇഷ്ടമാണോ? സദ്യ ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തുവാ? സദ്യയാണോ ബിരിയാണിയാണോ? ഞാൻ വെജിറ്റേറിയനാ കൂടുതൽ. അതൊരു കാലഘട്ടത്തിൽ മാറിയതാണോ അതോ പണ്ട് മുതൽക്ക് അങ്ങനെയാണോ? 2021 മുതൽ. അതിനു മുമ്പേ മുട്ട കഴിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ചിക്കൻ അങ്ങനെ ഭയങ്കര ഒരു അല്ല. ചിക്കൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. 2021 ഞാനൊരു പോൾട്രി ഫാമിൽ ഷൂട്ടിന് പോയി. അതിനുശേഷം കംപ്ലീറ്റ്ലി വെജായി. 2021 മുതൽ. അട്രാക്ഷൻ ചെയ്യിപ്പിച്ചൊരു കാര്യം എന്തായിരിക്കും? എന്ത്? ഫുള്ള് വെജിലോട്ട് മാറാൻ. അങ്ങനെയല്ല, ഞാൻ ആ പോൾട്രി ഫാമിൽ അങ്ങനെ പോയി കഴിഞ്ഞു. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഈ മീറ്റ് എന്നൊരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ മീറ്റ് പ്രോഡക്ട്സ്, ആനിമൽ പ്രോഡക്ട്സ്, അതിനൊക്കെ ഒരു തിന്നാൻ ഭയങ്കര ഒരു എന്തോ ഒരു ഡിസ്ഗസ്റ്റ്, ഒരു താല്പര്യക്കുറവ്. എന്തോ അത് വായിലേക്ക് വെക്കാനൊരു ഒരു ചടപ്പ്. കറക്റ്റ്, ആ സംഭവം. അപ്പോൾ ഈ ഒരു ഓണത്തിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തൊക്കെ വിശേഷങ്ങളാണ്? പടവായിക്കോട്ടെ അല്ലെ ഫാമിലി ആയിക്കോട്ടെ? ഈ ഓണത്തിന് വീട്ടിൽ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി. നത്തിങ് സ്പെഷ്യൽ ടു ബി ഓണസ്റ്റ്. എന്താ, വീട്ടിലായിരിക്കും. പിന്നെ അമ്മാമ്മയുടെ കൂടെ ആയിരിക്കും മോസ്റ്റ്ലി. കാരണം അമ്മാമ്മ കുറച്ചിങ്ങനെ, എൻ്റെ പണ്ട് നമ്മൾ അറിയാമെന്നുള്ളവർക്കൊക്കെ അറിയാം, അമ്മാമ്മ സെറ്റിൽ നമ്മുടെ കൂടെ എപ്പോഴും വരുമായിരുന്നു. സോ ഇറ്റ് യൂസ് ടു ബി ദ 3 of us. ഞാൻ, മമ്മ, അമ്മ. ഇതാണ് ബെൽറ്റ്. നമ്മള് 3 പേരുമാണ് സെറ്റിൽ പോയിക്കൊണ്ടിരുന്നത്. അതായത് ഈ കോവിഡിന് മുമ്പൊക്കെ. പിന്നെ കോവിഡ് കഴിഞ്ഞ ആ സമയത്ത് പിന്നെ ഞാൻ തെലുങ്കൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അമ്മാമ്മ കുറച്ചൊന്ന് വീക്കായി. പക്ഷെ നമ്മുടെ വീട്ടിൽ ഏറ്റവും സിനിമയെ പറ്റി പാഷനേറ്റ് ആയിട്ടുള്ള ആൾ അമ്മാമ്മയാണ് എന്റെ ബലം, സത്യം. അപ്പൊ ഇപ്പോഴും കാണുന്നവരൊക്കെ ചോദിക്കും അമ്മാമ്മ എന്ത് പറയുന്നു, കാരണം നമ്മളെക്കാട്ടിലും എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി അമ്മാമ്മ. അപ്പൊ അമ്മാമ്മ ഇപ്പൊ കുറച്ച് എന്താ പറയാ, ഒന്ന് വീക്കാവുന്നു. അപ്പൊ ഓണം വിത്ത് ഹെർ ഇസ് മോർ സ്പെഷ്യൽ. അങ്ങനെ. അപ്പൊ അമ്മാമ്മ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തോ പറയാനുള്ളത് പറയാം? അമ്മാമ്മ ഡെഫിനറ്റ്ലി കാണും, ഞാൻ തന്നെ പോയി കാണിക്കും. അമ്മാമ്മ ഇനി ഹെൽത്തി ആയിരിക്കണം, കുറച്ചൊരു 6-7 ഇയേഴ്സും കൂടി എങ്ങനെയെങ്കിലും ഹെൽത്തി ആയിരിക്കണം. അപ്പൊ അമ്മാമ്മയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതിന്റെ ഒരു പങ്കെന്ന് പറയല്ലേ? പറയാം. ഇനി അപ്പുറം എന്തോ വേണം. ഒരുപാട് ആളുകൾ സിനിമയിലൊക്കെ വന്ന് ഫേമസ് ആയതിനു ശേഷമേ ഫാമിലിയൊക്കെ വിട്ടുപോകാറുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്തയോ തോന്നലോ വന്നിട്ടുണ്ടോ? ഞാൻ ഫെയിമായി, എന്റെ ഫാമിലിക്ക് എന്നെ വിട്ടു പോകണമെന്ന് തോന്നി. കാരണം അത് എങ്ങനെ ഇരിക്കും, സംസാരം തുടങ്ങി നിർത്തത്തും ഇല്ല. പക്ഷെ എനിക്ക് ഇല്ല, ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് ഈ ആ ഒരു എക്കോസിസ്റ്റത്തിൽ. അപ്പോൾ എല്ലാവരും എന്നെ കണ്ടിട്ട് പറയും നീ ഇങ്ങനെ എങ്ങനെയാ, നീ ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന്. പക്ഷേ then again ഈ പറയുന്ന ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ഇസ് ഇറ്റ് ജസ്റ്റ് അബൌട്ട് ഗോയിങ് അലോൺ, അല്ലെങ്കിൽ ഒരു ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണോ ഈ പറയുന്ന ഇൻഡിപെൻഡൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് അല്ല. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോവാൻ ഇൻഡിപെൻഡൻ്റ് അല്ല. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം ഡിസിഷൻസ് എടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് കാണാൻ എനിക്ക് ആരുടെയും ഡിപ്പെൻഡൻ്റ് ആവേണ്ട എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും എപ്പോഴെങ്കിലും ഒക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടോ മോളെ കൂട്ടിനൊരാൾ വേണമെന്നൊക്കെ? അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, അമ്മ ആഗ്രഹിച്ച ഒരാള് വന്നിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും പറയണോ? വേണ്ട. ഇല്ല. എന്നാലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കൂട്ടിനൊരാൾ വേണം? കൂട്ടിനൊരാൾ വേണം, ഓഫ് കോഴ്സ്, ഒരു കമ്പാനിയൻ. ഞങ്ങൾക്കൊരു ഊണ് കഴിക്കാൻ കാത്തിരിക്കാവോ? കാത്തിരിക്കാം.
ഈ വർഷമുണ്ട്? ഈ വർഷമൊന്നുമില്ല, ഒരു 2-2.5 വർഷമൊക്കെ കഴിഞ്ഞിട്ട്. ഒരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പം മനസ്സ് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ നോക്കട്ടെ ഒന്ന്. അങ്ങനെ നമുക്ക് എന്താ മാർക്കറ്റിൽ പോയിട്ട് ആപ്പിൾ ഞെക്കി നോക്കുന്ന പോലെ ഞെക്കി എടുക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അതെ അതെ അതെ. എനിക്കൊന്ന് ഡിപ്പെൻഡ്സ് ഓൺ ദ കണക്ഷൻ. ആ ഒരു ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന ഇപ്പൊ അല്ലാതെ ഇപ്പൊ എന്താ ഹാബിറ്റ്സ് മാച്ച് ആവുന്നുണ്ടോ, എന്തൊക്കെ പറയൂ. ഹാബിറ്റ്സ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ അതാണ്, അത് പിൻ പോയിന്റ് ചെയ്യാൻ പാടാ. പക്ഷെ ഇപ്പോൾ ലെറ്റ്സ് സേ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഇപ്പോൾ ഭയങ്കര ബീഫൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ പോർക്കൊക്കെ കഴിക്കുന്ന ഒരു ഹാബിറ്റുള്ള ഒരാൾക്ക് ഞാനൊരു വെജിറ്റേറിയൻ ഇരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ പറയും എന്തിനാ എപ്പോഴും ഈ വെജ് തന്നെ കഴിക്കുന്നത്, ഇതൊക്കെ ട്രൈ ചെയ്തൂടെ എന്നിങ്ങനെ നിർബന്ധിച്ചുകൊണ്ട്. പക്ഷെ അങ്ങനല്ല കേട്ടോ, വെജ് കഴിക്കുന്ന ഒരു വെജ് തന്നെ കഴിക്കണം, നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്തില്ല. അങ്ങനെ ഇപ്പോൾ ഓരോ ലൈഫിന്റെ ഡയമെൻഷനിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമല്ലോ. ഇപ്പൊ എനിക്ക് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമല്ല. അപ്പൊ ചിലപ്പോ ഇപ്പൊ എന്നോട് പറയാണ് നീ ഒറ്റയ്ക്ക് പോയി തന്നെ ശീലിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊരു ബേർഡൻ ആവും. അപ്പൊ ഇപ്പൊ കൂടെ വരാൻ ഇഷ്ടമല്ലാത്ത ഒരാളോട് ഞാനിപ്പോ കൂടെ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു ബേർഡൻ ആവും. അപ്പം നാച്ചുറലി ഇതിലൊരു സിങ്ക് ഉണ്ടെങ്കിൽ തട്ടിയും മുട്ടിയൊക്കെ. എവിടെ പോണം? ഹിമാചല് പോവാം, മണാലി പോവാം, മൂന്നാർ പോവാം, പറഞ്ഞാ മതി. ഓക്കെ, അടുത്ത് പറ. പിന്നെ ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സിനിമകളൊക്കെ കൂടെ ഇരുന്ന് കാണുന്ന ഒരാളായിരിക്കണം ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് സിനിമ കാണാൻ ബേസിക്കലി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യം, ഞാൻ അങ്ങനെ സ്പോയിൽഡ് ആയി പോയി. എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്താ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ആരെങ്കിലും കൂടെ ഇരുന്ന് കാണുന്ന അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോ അതൊരു ബേർഡൻ ആവാത്ത രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സന്തോഷം, തട്ടിയും മുട്ടിയും പോവാല്ലോ. പിന്നെ ലുക്ക്, മസില് ഉണ്ടെങ്കിൽ നല്ലതാ. ഓക്കെ, അപ്പൊ എന്താ അങ്ങ് ഉറപ്പിക്കല്ലേ, ഇനി കൂടുതൽ സംസാരം എന്തുവാ? എന്റെ അമ്മ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നിനക്കൊരാൾ വരുവാണ് അരിമണി എഴുതിയിട്ടുണ്ടെന്ന്. അതായത് എനിക്കുള്ളത് എവിടെയോ ദൈവം എഴുതി വെച്ചിട്ടുണ്ടെന്ന് അമ്മ പറയും എന്നെ. ആ ദൈവം കൊണ്ടുവന്നാണോ എന്ന് എനിക്കും അറിയത്തില്ല. അതാ ഇരിക്കുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു മാനസിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ വരട്ടെ. ചിലപ്പോൾ വന്നും കാണും അല്ലേ? ചിലപ്പോ ഇന്റർവ്യൂയിലൂടെ ആയിരിക്കാം. നമുക്കൊന്നും ഒരാളെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? സത്യം, ലൈഫ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം എപ്പോഴെങ്കിലും ഈ ഒരു ചോദ്യം ജനങ്ങളിൽ നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ടോ? അടുത്ത സിനിമ എപ്പോഴാ? അടുത്ത സിനിമ ആയില്ലേ? എപ്പോഴും അത് എന്തിനാ, വീട്ടിൽ പോയാൽ തന്നെ എല്ലാരും ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അത് നമ്മൾ എക്സാമിനൊക്കെ നല്ല മാർക്കൊക്കെ കിട്ടിയിരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ എന്താ ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലേ, എത്ര മാർക്കാ കിട്ടിയത് പറയാലോ, എനിക്ക് 99 കിട്ടി. അതേപോലെ നമുക്കൊരു പ്രോജക്റ്റ് അടുത്ത് പറയാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് പറയാൻ ഇന്ന പ്രോജക്റ്റ്. പക്ഷെ ഇപ്പൊ ഈ മാർക്ക് കുറവ് കിട്ടിയിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ട് പോലെ നമുക്ക് ചിലപ്പം അടുത്തിപ്പോ പറയാൻ ഒരു ആൻസർ ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആവും. അതാണ് സംഭവം. കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. കൊടുക്കുന്ന മറുപടികൾ എന്തായിരിക്കും? ചിലപ്പോൾ പറയും ഉള്ള പ്രോജക്റ്റിന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ഡിസ്കഷനിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പിന്നെ കൺഫേം ആയില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും അന്ന് പറഞ്ഞത് എന്തായി, അത് ഒന്നും കേട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ പിന്നെ അത് പറയാൻ പറ്റില്ല, അപ്പൊ പറയാന്ന് പറയും. ഈ ഞാൻ സിനിമാ താരങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ചോദ്യം കേട്ടോ. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു സിനിമയിൽ കയറി ആളുകൾ തിരിച്ചറിഞ്ഞു ഇഷ്ടപ്പെട്ടു ഒരു സിനിമ നടിയായിട്ട് മാറി, തീർച്ചയായിട്ടും ഒരു നായിക എന്നുള്ള ലെവൽ വന്നല്ലോ അവിടെ. പിന്നീട് ഈ പടങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്ട്രഗിൾസ് എന്തുവാ? സ്ട്രഗിൾസ് എന്തുവാന്ന് ചോദിച്ചാൽ ഇപ്പൊ താങ്ക്സ് ടു സോഷ്യൽ മീഡിയ ഇപ്പൊ കുറെ എങ്ങനെ എന്താ ഇപ്പൊ ഈ അല്ലാതെ ആഡ് അങ്ങനത്തെ കുറെ പരിപാടികൾ ഉള്ളത് കൊണ്ട് ഒരു ഇൻകം എന്ന് പറയുന്ന ഒരു സാധനം കുറച്ചും കൂടി സേഫർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. ഇൻകം ഒരു ഘടകം തന്നെയല്ലേ? ഇൻകം ഒരു ആസ്പെക്ട് ഓഫ് ലൈഫ് ആണല്ലോ. പൈസ വേണോ സ്നേഹം വേണോ? ഒരെണ്ണം തിരഞ്ഞെടുക്കാം. സ്നേഹം. പൈസ വേണോ സമാധാനം വേണോ? സമാധാനം. അപ്പം ബാങ്ക് അക്കൗണ്ട് ഇരിക്കുന്നതാ ഉള്ളത് തരുമെന്നല്ല, ഇനി വരുന്നതിനെ കുറിച്ച്. അപ്പൊ സന്തോഷമാണ്. ശരി, ഒരു ഗെയിമിലോട്ട് പോവാം. സൂചി നൂലും അറിയാവോ? പണ്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ എക്സ്പേർട്ടാ സൂചിയിൽ നൂല് സൂചി നൂല് കൂർക്കാനല്ലേ? അപ്പൊ ഗെയിമിലോട്ടൊന്ന് പോവാം. അപ്പൊ ഓണത്തിന്റെ ഫസ്റ്റ് ഗെയിമിലോട്ട് ഞാനും മനസ്സും കടക്കുകയാണ്. സ്പീഡിൽ ആര് നൂല് സൂചിയിൽ കോർക്കുന്നു അവർക്ക് 10,000 രൂപ സമ്മാനം. റെഡിയാണോ? കൈ ഇങ്ങനെ പിടിക്കാം. എന്തുവാ? റെഡി? ഞാൻ പറയട്ടെ.
റെഡി 1 2 3 സ്റ്റാർട്ട്. ഓൾറെഡി കോർത്ത് വെച്ചിരിക്കുകയാണ്. ആയ ഒരിക്കലും അല്ല കേട്ടോ. ക്യാമറ കിട്ടിയില്ല, ഒന്നുകൂടെ എടുത്തേ. കിട്ടിയോ? ഇല്ല, അതിനകത്ത് കിട്ടിയില്ല. ഒന്നുകൂടെ പോവാം. റെഡി? എന്റേത് കഴിഞ്ഞു, ഞാൻ ജയിച്ചു. ഇനി എന്തിനാ കോർക്കണേ? ഒന്ന് വെയിറ്റ്, ഞാനിവിടെ ഒന്ന് ഓർക്കട്ടെ. ഞാൻ ഇത് മാനസ കോർക്കുന്ന കട്ട് ചെയ്തിട്ട് എന്റെ ഇടും, കണ്ടോണം. പിന്നെ എന്നെ ഈ കള്ളത്തരത്തിൽ നിങ്ങൾ രക്ഷിക്കണം ഗൈസ്. എഡിറ്റിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ ആദ്യം ജയിച്ചതായിട്ട് ഇടുമെന്നാണ് പറയുന്നത്. എന്താ മണിക്കൂറുകൾ മുമ്പ് ഞാൻ കോർത്തു ശരിക്കും മാനസ കേട്ടോ. അത് ഭയങ്കരമായിട്ട് നമ്മളെ ലഭിച്ചു കളഞ്ഞു കേട്ടോ. സിനിമയില്ലെങ്കിലും ജീവിക്കാം, എന്തോ വേണം. അയ്യോ, ഞാനൊക്കെ എന്തോ ചെയ്യും. ഓണത്തിന് കളിക്കുന്ന കളികളാണ്. ഓണത്തിന് സൂചിയിൽ നൂല് കോർത്ത് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഫസ്റ്റ് ടൈമാ ഈ ഗെയിം. എന്റെ ബുദ്ധിയോ. ഓക്കെ പിന്നെ ഏതൊക്കെ ഗെയിമാ കളിച്ചിട്ടുള്ളത്? മറ്റേ കലന്തല്ലിപ്പൊട്ടി, ഉറിയടി, പിന്നെ മറ്റേ എന്റെ ഫേവറേറ്റ് വടംവലി. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതില് ഞാൻ ചെറുതിലെ നമ്മള് ഇവിടെ വെക്കേഷനൊക്കെ വരുമ്പോ മമ്മയുടെ വീട് വഴുതക്കാടാണ്, ട്രിവാൻഡ്രത്ത്. അപ്പൊ അവിടെ നമുക്കൊരു ഇതുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ. അപ്പൊ ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ വൈബായിരുന്നു അവിടെ അസോസിയേഷനിൽ. അപ്പൊ ഈ മറ്റേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒരു ദിവസം വരും, പിന്നെ ഈ കൾച്ചറലും ആർട്സും ഒരു ദിവസം, പിന്നെ ഈ പറയുന്ന മറ്റേ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ വേറൊരു ദിവസം. അപ്പോൾ കൾച്ചറലിന് മിക്കവാറും ഞാൻ കുറെ പ്രൈസ് ഒക്കെ. എന്തിനൊക്കെ? എല്ലാത്തിനും ചേരും. പാട്ടിന് പറഞ്ഞു ഒരിക്കലും നമ്മൾ ചെയ്യില്ലെന്ന് പറഞ്ഞു ചെയ്യത്തില്ല. പിന്നെ പോയം, ഈ റെസിറ്റേഷൻ, അങ്ങനെ പല പോയം റെസിറ്റേഷൻ ഒന്നാന്ന് തോന്നുന്നു. അങ്ങനെ കുറെ ഐറ്റംസ്. ഒറ്റയ്ക്ക് ഉള്ളായിരുന്നോ ഇത്? ഒറ്റ മത്സരിക്കാൻ എത്ര പേരുണ്ടായിരുന്നു? കുറെ പേരുണ്ടായിരുന്നു, പക്ഷെ ഏജ് ഗ്രൂപ്പിൽ തിരിക്കും. ഓരോ ഏജ് ഗ്രൂപ്പിൽ ഒരു 4-5 പേരൊക്കെ കാണും. അതിൽ ഞാൻ എപ്പോഴും ഫസ്റ്റ്. പക്ഷെ അതൊക്കെ അന്നൊരു കപ്പ് കിട്ടിയാലും ഒരു ഭയങ്കര സന്തോഷം അല്ലേ? സത്യം, ജയിച്ചു. സത്യം. ഓക്കെ, അപ്പം ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, മാനസി ഒരു പാട്ട് പാടാം. അപ്പൊ നമുക്ക് ഈ ഹോളിലുള്ള എല്ലാവരും ഒരു നല്ലൊരു കയ്യില് പാട്ടോ? ഏത് പാടും? സ്ഥിരം പാടാറുള്ള ഒരൊറ്റ പാട്ടായിരിക്കും. അതേതായിരുന്നു? ഏതാ? മൂങ്കിൽ തോട്ടം. എന്തോ എന്നാ പാടാ, ഞാനും ഞങ്ങളപ്പുറത്തോട്ടിരിക്കട്ടെ. ലാസ്റ്റ് പാടിയാ പോരെ? അല്ലല്ലേ, പറയൂ, പാട്ട് പാടണം. പിന്നെ ഇതെങ്ങനത്തെ ഇഷ്ടം പാട്ട്? അടിച്ചുപൊളിയാണോ? പാടാൻ പറ്റുന്ന പാട്ട്. അടിച്ചുപൊളി 5 പേരൊക്കെ ചേർന്ന് പാടുന്ന പാട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പാടും. ഞാനും പാട്ടൊക്കെ പാടും, കുഴപ്പമില്ല. പാട്ട് പാടും. എന്നാ ആദ്യം ആങ്കർ തുടങ്ങും. ഇല്ല, ഗസ്റ്റ് തുടങ്ങട്ടെ. ഞാനല്ലേ ചോദിച്ചത്. ഇത് ഇപ്പം ഞാൻ ചോദിക്കാം, നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്യാം. വേണ്ട, മൂങ്കിൽ തന്നെ. അതേതായിരുന്നു? മൂങ്കിൽ തോട്ടം പാടിക്കോ? വേണ്ട, അല്ലൊന്ന് കേക്കട്ടെ. ഓക്കെ, അപ്പൊ മാനസി എനിക്ക് വേണ്ടി ഒരു പാട്ട് ഈ ഓണത്തിന് ഗിഫ്റ്റ് ചെയ്യുവാനൊക്കെ റെഡി. சுத்தி சுத்தி வாழ்வேன் உன்னை மட்டும் தாரும் மனதை அதனால் பூட்டி படுப்பேன். ബാക്കി എനിക്ക് ഓർമ്മയില്ല. ഓ കുഴപ്പമില്ല കേട്ടോ. സൂപ്പറാ. അടിപൊളി. ഇതെവിടെ പാട്ട് പഠിച്ചത് എവിടായിരുന്നു? കാരണം അവിടെ പോവാതിരിക്കാൻ പറയാനാ ഓഡിയൻസിനോട്. കാരണം അത്രയും ഇതുണ്ട് കേട്ടോ. കാരണം ഓരോ വരി കേൾക്കുമ്പോഴും ഉറങ്ങാത്തവന് ഉറങ്ങും. അത് കുഴപ്പമില്ല, അടുത്തതിലോട്ട് പോവാം. ഇനി ഈ പറയുന്ന ആളൊരു പാട്ട് പാടും. അല്ല, ശരിക്കും കേട്ടോ, നല്ല ടോണാണ് കേട്ടോ. ഇനി ഒരു പാട്ട് പാടണം, അതല്ല അതിന്റെ ഒരു സ്പിരിറ്റ്. കരോക്കെ ഉണ്ടോ? കുറച്ച് കരിഞ്ഞ മാനസിക ഏത് വേണം? പ്രമദവൻ. അത് മതി. ഇല്ല, എന്നെ അത് പഠിപ്പ പനിയായിരുന്നു, പോയില്ലായിരുന്നു ആ ക്ലാസ്സിൽ. ഞാൻ മാനസിക ഒരു പാട്ട് പാടിത്തരാം. മാനസ മൈനയാണെങ്കിൽ പാടാൻ ഒരു ജീവിതത്തിൽ. ഓക്കെ, മാനസിക ഒരു പാട്ട് പാടട്ടെ. പോവാം. ഇത് ഒരുപാട് നാള് മനസ്സിൽ കാണുമ്പോൾ പാടണമെന്ന് ആഗ്രഹിച്ചൊരു പാട്ടാണ്. പാടിക്കോട്ടെ. ഇഷ്ടമോതിടുവാൻ മനസ്സെ മടിയെന്തിന, കൽബ് തന്നിടുവാൻ നാണം ഇനി എന്തിന, എത്ര നാളു കാത്തിരുന്ന് ഒന്നു കാണുവാൻ, എത്ര നാളു ഞാനിരുന്ന് ഒന്നു മിണ്ടുവാൻ, എന്റെ മണവാട്ടി പെണ്ണാണു നീ,
എന്റെ വേഴാമ്പൽ കിളിയാണു നീ. നല്ലതാന്ന് താങ്ക് യു. കൊള്ളായിരുന്നു. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നന്നായിട്ട് പാടി. അടുത്ത ഈ പാട്ടൂടെ പാട്. ഏതാ? മൂങ്കിൽ തോട്ടോ. അതിന് ഞാൻ പാടാൻ സ്ഥലമില്ല ബാക്കി, എന്നാലും. ആണോ? അത് പാടിക്ക്, കട്ട് ചെയ്ത് കളയണം. റെഡി? ആ പാട്ട് കേൾക്കാം. ഓക്കെ. മൂങ്കിൽ തോട്ടോ മോലെ ഹവാസോ നിറഞ്ച മൗനോ നീ പാടുന്നേരോ പൗർണമീരവ് പനിവിടും കാട്. ഇത് അതിന്റെ കൂടെ ഉള്ളത് മ്യൂസിക്കാണ് ഈ ചിരി. അത് മിക്സ് എങ്ങനെയാ ഇത്? അതെന്താ ശ്രേയാ ഘോഷാലൊക്കെ ഇടയ്ക്ക് ഒരു ചിരി ഇടുമ്പോ ആഹാ ഞാനൊരു ചിരി അല്ല, മനസ്സ് നല്ലപോലെ പാടുന്നുണ്ട് കേട്ടോ ശരിക്കും. ഇനി മേല എങ്ങും പോയി കേട്ടോ, കാരണം ശരിക്കും പറയും കേട്ടോ, കാരണം അത്രയും അടിപൊളിയാ. സൂപ്പറാ. ബലൂൺ വീർപ്പിക്കാൻ അറിയാവോ? അറിയാം. വീർപ്പിച്ചിട്ടുണ്ട്? വീർപ്പിച്ചിട്ടുണ്ടോ? ചെറുതിലൊക്കെ. ഈ വീർപ്പിച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പൊ ഇനിയത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്, ഇതിൽ ഏത് കളർ വേണം? ഓ ഗോഡ്. ഏത് കളർ വേണം മാനസിക്ക്? എനിക്ക് പിങ്ക്. അല്ലല്ല, ഓറഞ്ച്. അയ്യാ, സൂ എനിക്കും ഉണ്ടായിരുന്നു. കണ്ണിന്റെ അല്ലേ? ഈ സൂചിയിലെ മറ്റേ ഓട്ട ആർക്കാ കാണാത്ത? ഇത് റെഡ്. നിങ്ങൾക്കെല്ലാം കണ്ണിന് പ്രശ്നമാണോ? റെഡ്. അയ്യേ, ഇത് ഓറഞ്ച്. ഒരിക്കലുമല്ല. ജനങ്ങൾ പറയട്ടെ, വിധി എഴുതൂ പ്രേക്ഷകരെ. ഇത് ഓറഞ്ച് എന്ന് തോന്നുന്നവർ ബെറ്റ് വെക്കാം. ബെറ്റ് വെക്കാം. ശരി. അയ്യോ ചമ്മിയേ. സംഭവം അറിയോ, ലൈറ്റിൽ കാണിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കാണിച്ചപ്പോഴത്തേക്ക് ഇത് ഓറഞ്ച് ആയിരുന്നു. ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് ഇത് റെഡ് ആയി. ഇതേതാ? അതിന് ലൈറ്റിന് കുഴപ്പമില്ല, ഈ ലൈറ്റിനെ പറയല്ലേ. അപ്പൊ റെഡ് മതി. ഓറഞ്ച്. ചമ്മി. ഞാൻ ഏതെടുക്കണം? മനസ്സ് പറ. ബ്ലൂ. ഓക്കെ. 1 2 3 പറയും നമ്മുടെ ക്യാമറ ടീം. 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ വീർപ്പിക്കുക. ആദ്യം വീർപ്പിച്ച ആര് പൊട്ടിക്കുന്നു 20,000 രൂപ. എനിക്ക് പൊട്ടിക്കാൻ അറിഞ്ഞൂടാ. തന്നെ പൊട്ടിക്കോളൂ. ഇതൊക്കെ ആരും പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ? പോവാ. ഇങ്ങനൊക്കെ എങ്ങനെ വേണമെങ്കിലും വലിച്ചു പോവാ. ക്യാമറ ടീം പറഞ്ഞു. 1 2 3 സ്റ്റാർട്ട്. ഇത്രയിലും കൊണ്ടു, എന്നിട്ട് അടുത്ത് ഞാൻ വീർപ്പിക്കാം. അയ്യോടാ, കുഞ്ഞിന് എന്തുവാ വേണ്ടത്? ഇങ്ങനെ പിടി, ഞാൻ അതുകൂടെ പഠിപ്പിക്കാം. ഇത് ഇങ്ങനെ ഇവിടെ പിടി. ആ 3 മണിക്കൂർ പോയത് വനിതാ വിനോദി നടക്കാം. പറ്റൂന്ന്. കമോൺ. അയ്യോ, സങ്കടം തോന്നടാ. എന്തോ ചെയ്യാൻ ഇത്. എനിക്ക് കാറ്റില്ലേ? വേണ്ട, അതങ്ങ് പോട്ടാ. ഇത് കട്ട് ഹൈലൈറ്റിലിടാം. ജബ പോവാ. എന്തോ ശരിക്കും കേട്ടോ, 20,000 കൊടുത്തേക്കടാ. ഇത് എന്റെ കൺമുന്നിൽ തന്നെ കാണണമല്ലോ. ഇത് റെഡിയാണോ? റെഡി. പറഞ്ഞോ. റെഡി 2 3 സ്റ്റാർട്ട്. അമ്മേ, അടിക്കട, കൈയടിക്കട. അപ്പം 20,000 രൂപ എനിക്ക് കിട്ടിയിരിക്കും. നിരാശയുണ്ടോ? വിഷമമുണ്ടല്ലോ? എന്നാലും ഇല്ല. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ദുൽഖറിനെ നായികയായിട്ട് അഭിനയിക്കണം, അല്ലെങ്കിൽ അതിപ്പോ ഞാൻ മാത്രം പറയുന്ന കാര്യമില്ലല്ലോ, എല്ലാരും പറയണ കാര്യമല്ല. ഓക്കെ. ഇനി അടുത്തൊരു ഗെയിമിലോട്ട് പോവാം. ദിസ് ഓർ ദാറ്റ് ഗെയിമാ. ഓക്കെ. അപ്പം രാജാവിന്റെ മകൻ ചിത്രം ഒരു വടക്കൻ വീരഗാഥ. ഒരു വടക്കൻ വീരഗാഥ. മണിച്ചിത്രത്താഴ് തേന്മാവിൻ കുമ്പത്ത്. മണിച്ചിത്രത്താഴ് ദി കിങ്. മണിച്ചിത്രത്താഴ് ആറാം തമ്പുരാൻ. മണിച്ചിത്രത്താഴ് നരസിംഹം.
ആ നെഞ്ചി പിടയ്ക്കുന്നത് ഇവിടെ കേൾക്കാം കേട്ടോ. മോനെ അങ്ങോട്ട് പറ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് വല്യേട്ടൻ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് വേഷം. വേഷങ്ങൾ മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് മെമ്മറീസ്. ഏതാ രാജുവേട്ടൻ്റെ മെമ്മറീസ്? ഓ ഓക്കെ മെമ്മറീസ്. മെമ്മറീസ്. മെമ്മറീസ് ഓർ അമർ അക്ബർ അന്തോണി. മെമ്മറീസ്. മെമ്മറീസ് ഓർ ഒപ്പം. മെമ്മറീസ്. മെമ്മറീസ് ഓർ ഇന്നസെന്റ്. മെമ്മറീസ്. മെമ്മറീസ് ഓർ പ്രിൻസ് ആൻഡ് ഫാമിലി. മെമ്മറീസ്. മെമ്മറീസ് ഓർ ലൂസിഫർ. ഡിഫിക്കൾട്ട്. ഏത് ചൂസ് ചെയ്യും? ലൂസിഫർ. ലൂസിഫർ. ലൂസിഫർ ഓർ മരണമാസ്. ലൂസിഫർ. ലൂസിഫർ. ലൂസിഫർ ഓർ പഴശ്ശിരാജ. ഓ അത് ഭയങ്കര ഡിഫിക്കൾട്ട്. പഴശ്ശിരാജ. പഴശ്ശിരാജ ഓർ എമ്പുരാൻ. പഴശ്ശിരാജ. പഴശ്ശിരാജ. എന്നോട് ഇനി കുറച്ച് ചോദിച്ചേ, ക്വസ്റ്റ്യൻ തീർന്നു. എന്നോട് ഇനി കുറച്ച് ചോദിക്കും. ഓക്കെ ഞാൻ ചോദിക്കാണ്. രാവണപ്രഭു ഓർ നരസിംഹം. നരസിംഹം. ഓ നരസിംഹം ഓർ ലൂസിഫർ. നരസിംഹം. നരസിംഹം ഓർ മുംബൈ പോലീസ്. നരസിംഹം. നരസിംഹം ഓർ ദൃശ്യം. ദൃശ്യം. ദൃശ്യം ഓർ ദൃശ്യം 2. ദൃശ്യം. ദൃശ്യം ഓർ മെമ്മറീസ്. ദൃശ്യം. കണ്ടിട്ടില്ല. പിന്നെയും ദൃശ്യമല്ലേ. ഞാനപ്പോൾ ത്രില്ലേഴ്സ് ഒന്ന് ചോദിക്കാൻ. ഓ ഫൈൻ, ഐ ആം എക്സൈറ്റഡ്. ദൃശ്യം ഓർ 21 grams. 21 grams. കണ്ടതാണോ? പിന്നെ പൊന്നവേ എന്നാ അത് അടുത്ത് ചോദിക്കുക. ചോദിച്ചു ഞാൻ കൂടുതൽ നാണം കട. ലാസ്റ്റ് 21 grams നിർത്താനോ? ലാസ്റ്റ് ഒന്നുകൂടെ. ഇംഗ്ലീഷ് പടങ്ങൾ കാണാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവാദ മലയാളത്തേക്കാൾ ഞാൻ ഉള്ളത് പറയാമല്ലോ. ഇംഗ്ലീഷ് പടത്തോടാണ് എനിക്ക് കൂടുതൽ ക്രേസ്. ചോദിച്ചോളൂ. നമ്മളിപ്പോ ഏതിലാ നിർത്തിയ? 21 grams. 21 grams ഓർ ഇൻസെപ്ഷൻ. 21 grams. എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളാണത് ഞാൻ പറയുന്നത്. ശരി, 21 grams ഓർ ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ. കണ്ടിരുന്നോ? ഓ ഓപ്പൺഹൈമർ ഓർ ഇന്റർസ്റ്റെല്ലാർ. ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ ഓർ പ്രീ ഡെസ്റ്റിനേഷൻ. ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ ഓർ സ്പൈഡർമാൻ. സ്പൈഡർമാൻ. ഓഫ് കോഴ്സ്. സ്പൈഡർമാൻ ഓർ അയൺമാൻ. സ്പൈഡർമാൻ. ഓഹോ. സ്പൈഡർമാൻ ഓർ തോർ. തോർ. അവിടെ ക്യാമറയുടെ പുറകിൽ ആൾക്കാർ ചിരിച്ചു ചാവുന്നു. അതായത് ഇവരൊക്കെ അവസാനം കണ്ട പടം ചെമ്മീന. അതിനുശേഷം അവര് പടങ്ങൾ കണ്ടിട്ടുമില്ല, വളർന്നിട്ടുമില്ല. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി ആഴത്തിൽ സിനിമ കാണുന്നവർ സംസാരിക്കുമ്പോൾ അവർക്ക് ചിരി വരും അല്ലേ. ഓക്കെ, എന്തായാലും മനസ്സ ഒത്തിരി സന്തോഷം കേട്ടോ. ഒരു സോങ് പ്ലേ ചെയ്യും, അതിൽ സ്പോട്ടി സ്റ്റെപ്പ് ഉണ്ടാക്കി മനസ്സ് ചെയ്യണം. റെഡി? ഞാനോ? ആ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളാ. ഞാനത് ആസ്വദിക്കും. റെഡി? പോവാം. ഓക്കെ, പ്ലേ മ്യൂസിക്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിമുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിമുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. അടിപൊളി. ഒരു താരജാടയും ഇല്ലാതെ ഒരു ഡാൻസ് ചെയ്യാവോ, ഒരു പാട്ട് പാടാവോ? ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ഒരു താരം. ശരിക്കും അത് അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ മനസ്സ് എന്തിരുന്നാലും ഈ ഒരു പാട്ട് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതല്ലേ? അല്ല, എനിക്ക് സ്കൂളിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫാത്തിമ എന്ന്. എവിടെയാന്ന് എനിക്ക് അറിയില്ല. ഫാത്തിമ കാണുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യും. അപ്പൊ ഫാത്തിമ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒരു കമന്റ് ഇടണം അല്ലേ? ഫാത്തിമയ്ക്ക് ഒരു താങ്ക് യു. ഫാത്തിമ എന്നാണോ പേര്? ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഈ ഓണം ഞാനും മനസ്സിയോടൊപ്പം നമ്മൾ കളറാക്കും അല്ലേ? അപ്പൊ ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം.